കഴിഞ്ഞ ദിവസം ന്യൂ ഓർലിയാൻസിലെ പുതുവത്സരാഘോഷത്തിലേക്ക് കാറിടിച്ച് കയറ്റിയും വെടിവെപ്പിലൂടെയും ഷംസുദ്ദീൻ ദിൽ ജബ്ബാർ എന്ന് പറയുന്ന ഭീകരൻ നടത്തിയ കൊലയിൽ മരണസംഖ്യ 15ഓളമായി ഉയരുകയും 35ഓളം പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു സ്ഫോടനം കൂടി ഇപ്പോൾ പുറത്ത് എത്തുന്നു. ഇതിലെല്ലാം ഒരു സ്ത്രീ ഉൾപ്പെടെ 4ഓളം പേർ പങ്കെടുത്തു എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കുടിയേറിയവരാണ് ഏറ്റവും വലിയ പ്രശ്നകാരികളെന്ന്. നമ്മളിത് UK-യിൽ കണ്ടതാണ്. അവിടെ കുടിയേറിയവർ അവിടുത്തെ തദ്ദേശീയരുടെ മേൽ കൈവക്കാൻ തുടങ്ങി പൊറുതിമുട്ടി ബ്രിട്ടനിൽ സംഭവിച്ച കലാപം ജർമ്മനിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ ഇവരെ എല്ലാം താൻ നാടുകടത്തും. അതായത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെയുള്ള ക്രിമിനലുകളെക്കാൾ കൊടും ഭീകരന്മാരാണ് കടന്നു വന്നവർ എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇത് US പൗരൻ തന്നെയാണ്, ഈ പറയുന്ന ഷംസുദ് ദിൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ ഭീകരൻ. അദ്ദേഹം US ആർമിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നു. ഏതായാലും ഇനി ഒരു ഇരവാദം അമേരിക്കയിലടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം മതമൗലികവാദികൾക്ക് നേരെ നടക്കുന്ന ആ തിരിച്ചടി പ്രത്യാക്രമണത്തിൽ ഒരു ഇരവാദം മുഴക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. അത് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലടക്കം ലോകത്തൊരു രാജ്യത്തും ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം നാം പറയേണ്ടി വരിക. കാരണം ഇതിന് മാപ്പ് കൊടുക്കാൻ ഒരു സമൂഹത്തിനും കഴിയില്ല. ഇതിൻ്റെ പേരിൽ ഇരവാദം പറഞ്ഞ് നാളെ എത്തിയാൽ ഒരുപക്ഷെ ഇരവാദം പറയുന്നവരും ഇരന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രംപ് ജനുവരി 20 അധികാരമേൽക്കുമ്പോൾ ആദ്യം തുടച്ചു നീക്കപ്പെടുന്നതും ഈ ഒരു വിഭാഗം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.